അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 2023 രണ്ടാം ക്ലാസ് നടന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്ന് ഖുലിഖ്ത എന്നതിലെ ആദ്യത്തെ അക്ഷരം, ഖുലിഖ്ത എന്നതിലെ ആദ്യത്തെ അക്ഷരം ഏതാ? ആൻസർ ഖ ആണ്. രണ്ട് അസ്ഹാബുൽ മൈമന എന്നതിലെ ഉച്ചരിക്കാത്ത അക്ഷരം, അസ്ഹാബുൽ മൈമന എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏതാണ്? അലിഫ്. അസ്ഹാബുൽ, ഇവിടെയുള്ള ഈ അലിഫിനെയാണ് ഉച്ചരിക്കാത്തത്. മൂന്ന് ഇന്ന ഇലൈന ഇയാബഹും എന്നതിൽ എത്ര അലിഫുകളുണ്ട്? ആൻസർ 4 അലിഫുകൾ. ഇന്ന, ഇലൈന, ഇവിടെ നീട്ടുള്ള അലിഫ്, പിന്നെ ഇയാബഹു എന്നുള്ളിടത്ത് അലിഫ്, അങ്ങനെ 4 അലിഫുകളുണ്ട്. ഇനി വദ്ഖുലി ജന്നതി എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരം ഏത്? വദ്ഖുലി ജന്നതി, ശദ്ദുള്ള നൂനിനെയാണ് മണിച്ചോതേണ്ടത്. 5 അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിച്ച വാക്ക്, അവസാനത്തെ അക്ഷരം ഹ ആയിട്ട്, ആലിയ, ഇവിടെ ഹത്ത ആവുമ്പോൾ ഹാഇൻ്റെ മേലിലാണ് വഖഫ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 ഖാഫുള്ള പദമാണ്, ഖാഫുള്ള പദം, പുള്ളിയുള്ള ഖാഫുള്ള പദം ഏതാണ്? റഖബ എന്നതാണ് പുള്ളിയുള്ള ഖാഫ്. 7 അല്ലം യറഹു അഹദ് എന്നതിൽ നീട്ടി ഓതേണ്ട അക്ഷരം ഏതാണ്? ആൻസർ ഹാ. യറഹു എന്നുള്ള ഈ ഹാഇനെയാണ് നീട്ടി ഓതേണ്ടത്, ആൻസർ ഹാ. 8 യതഗാമസൂൻ എന്നതിലുള്ള അക്ഷരങ്ങൾ, എത്ര അക്ഷരങ്ങളാണ് അതിലുള്ളത്? 8 അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഇനി അടുത്തത് ഷീൻ എന്ന അക്ഷരമുള്ള വാക്ക്, അതേതാ? ഷീൻ എന്നുള്ള അക്ഷരമുള്ള വാക്ക് യശ്ഹദു. 10 റാഇനെ നേർപ്പിച്ചു പറയുന്ന വാക്ക്, ആൻസർ വൽ ഫജ്ർ, അവിടെയാണ് റാഇനെ നേർപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി ചേരുമ്പടി ചേർക്കുക. 11 ഹിസാബഹും, അസ് അസ്, ഫസൗഫ, ലറബ്തും, സജ്റത്തുൻ. അപ്പോൾ 11ാമത്തേതിനോട് ചോദിച്ചത് ഹിസാബഹും എന്നതിനോട് ചോദിച്ചത് ആൻസർ ബി. എന്താണ്? ആദ്യത്തെ അക്ഷരം ഹ ആണല്ലോ, ആദ്യത്തെ അക്ഷരം ഹ ആണ്. രണ്ടാമത്തേത് അസ് അസ് എന്നുള്ളിടത്ത് ആൻസർ ഡി ആണ്. ആദ്യത്തെ അക്ഷരം ഐന്, ഐൻ തന്നെയാണല്ലോ അസ് അസ് എന്നുള്ള വന്നത്. അടുത്ത ഫ സൗഫ എന്നുള്ളിടത്ത് ആൻസർ ഇ ആണ്. ആദ്യത്തെ അക്ഷരം ഫ സൗഫ, ഫ തന്നെയാണ്. അടുത്ത ലറബ്തും, ആൻസർ എ, ആദ്യത്തെ അക്ഷരം ലോദ്, ആദ്യത്തെ അക്ഷരം ലോദ്. അടുത്ത സജ്റത്തുൻ, ആൻസർ സി, ആദ്യത്തെ അക്ഷരം സായ്, അത് സ. സജ്റത്തുൻ, ആദ്യത്തെ അക്ഷരം സായ്. ഇനി അടുത്തത് പൂരിപ്പിക്കുക. 16ാമത്തത് ഉലൈക എന്നതിൽ ഡാഷിനെ ഉച്ചരിക്കരുത്. എന്തിനു ഉച്ചരിക്കരുത്? വാവിനെ ഉച്ചരിക്കരുത്. ഉലൈക, വാവോടെ ഉച്ചരിക്കുന്നില്ല. അത് അദാബഹു അഹദ് എന്നിലെ ഹാഇനെ ഡാഷ് ഓതണം, നീട്ടി ഓതണം. 18 മിമ്മ ഖുലിഖ് എന്നതിൽ ശദ്ദുള്ള ഡാഷിനെ മണിച്ചു ഓതണം, ശദ്ദുള്ള മീമിനെ, അതായത് രണ്ടാമത്തെ മീമ് മിമ്മ, അതിനെ മണിച്ചു ഓതണം. 19 വമാ അദ്റാക എന്നതിലെ മീമിനെ കൂടുതൽ ഡാഷ് ഓതണം, നീട്ടി ഓതണം. വമാ അദ്റാക, കൂടുതൽ നീട്ടി ഓതണം. 20 യകീദൂന കൈദൻ വ അകീദു കൈദ എന്നതിൽ ഡാഷ് കാഫുകളുണ്ട്. എത്ര കാഫുണ്ട്? 2 കാഫുകളുണ്ട്. ഇനി അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക. 21 യഫ്അലൂൻ എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ആൻസർ 6 അക്ഷരങ്ങൾ. 22 ലശഹീദ് എന്നതിൽ രണ്ടാമത്തെ അക്ഷരമേത്? ആൻസർ ഷീന്. 23 ഫജഅലഹു ഗുസാഅ എന്നതിലെ ഹാഇനെ എങ്ങനെ ഓതണം? ആൻസർ നീട്ടി ഓതണം. ഫജഅലഹു, ആ ഹാഇനെ നീട്ടി ഓതണം. 24 വന്നഹാരി എന്നതിൽ മണിച്ച് ഓതേണ്ട അക്ഷരമേത്? ആൻസർ നൂന്. വന്നഹാരി, നൂനെയാണ് മണിച്ച് ഓതേണ്ടത്. 25 മർക്കബുൻ എന്നതിൽ ശംസിയായ അക്ഷരമേത്? അപ്പോൾ ശംസിയായ അക്ഷരങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. മർക്കബുൻ എന്നതിൽ റാ ആണ് ശംസിയായ അക്ഷരം ഉള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ റാ ആണ് ശംസിയായ അക്ഷരം.
ഷംസിയായ അക്ഷരങ്ങൾ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ള ഈ അക്ഷരം അലിഫ് ബാ ജീം ഇത് ഖമരിയായ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഷംസിയായ അക്ഷരം മുകളിൽ പറയുന്നത് താ താ ദാല് ദാല് റാ സായ് സീന് ഷീന് സ്വാദ് ലാദ് ത്വാ ലാ ലാമി നൂന്. അതാണ് ഷംസിയായ അക്ഷരം. അടിയിൽ കാണുന്ന അക്ഷരങ്ങൾ ഖമരിയെ അലിഫ് ബാ ജീമ് ഹ ഖ ഐന് ഖൈന് ഫാ ഖാഫ് കാഫ് മീമ് വാവ് ഹാ യാ. ഈ അക്ഷരങ്ങളാണ് ഖമരിയായ അക്ഷരങ്ങൾ. ഇനി 26 ഇന്ന റബ്ബഹു കാന ബിഹി എന്നതിൽ ഹാഇനു ശേഷം ചെറിയ വാവ് കൊടുത്തത് എന്തിന്? ഇവിടെ ഇന്ന റബ്ബഹു എന്നുള്ളിടത്ത് ആ വാവെന്തിനെ കൊടുത്തത്? ഹാഇനെ നീട്ടാൻ, ഹാഇനെ നീട്ടി ഓതാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. 27 ഇന്നമാ അന്ത എന്നതിൽ മീമിന് മുകളിൽ ഈ ചിഹ്നം കൊടുത്തത് എന്തിന്? ആ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട്. മീമിന് മുകളിൽ ആ ചിഹ്നം കാണുന്നുണ്ട്. അതെന്തിനാണ്? നമ്മൾ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മദ് ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നു. മദ് ചെയ്യണം, കൂടുതൽ നീട്ടി ഓതണം എന്നതിൻ്റെ അറിയിക്കാനാണ് ആ ചിഹ്നം ഇടുന്നത്. 28 മീമിനെയും നൂനിനെയും മണിച്ചു ഓതണം എപ്പോൾ? അൻസർ ശ്രദ്ധ വരുമ്പോൾ. മീമിനും നൂനും ശ്രദ്ധ വരുമ്പോഴാണ് കൂടുതൽ മണിച്ചു ഓതേണ്ടത്. അടുത്ത യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ എന്നതിൽ സ്വാദുള്ള വാക്ക് ഏതിലുള്ളത്? വയസ്ലാ, അതിലാണ് സ്വാദുള്ള വാക്കുകൾ. അതിവിടെ എഴുതി കൊടുക്കുക. 30 ബി മുസൈത്തിർ എന്നതിൽ 6 അക്ഷരങ്ങൾ ഏതെല്ലാം? എന്നതിലെ 6 അക്ഷരങ്ങൾ ഏതെല്ലാം? ബാ മീമ് സ്വാദ് യാ ത്വാ റാ. ഈ അക്ഷരങ്ങളാണ് അതിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതോടെ തജ്വീദുൽ ഖുർആൻ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ നൽകുമാറാകട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.